ഹലോ മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ടൈം ടേബിളിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ഒരുപക്ഷെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അത് വളരെ സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഈ ടൈം ടേബിൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. ഈ 4 സബ്ജക്ട്സ് ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ, മാത്സ് ഇത് നിങ്ങൾ നേരത്തെ പഠിക്കണം. എല്ലാ സബ്ജക്റ്റും നമ്മൾ നേരത്തെ പഠിക്കണം. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് ചെയ്യുന്ന ഒരു പരിപാടിയില്ല, ഒരു സർക്കസ് ഇല്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, റിവിഷൻ ചെയ്യുക പരിപാടിയില്ല. അത് ഈ സബ്ജക്ട്സിൻ്റെ എങ്കിലും നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇംഗ്ലീഷിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ലാംഗ്വേജ് 1 ഫസ്റ്റ് എക്സാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഞായറാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഇരുന്ന് പഠിക്കാം നമുക്ക്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആ പരീക്ഷ ഫസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഇംഗ്ലീഷ്. ഉച്ചയ്ക്കാണ്, പക്ഷേ ഫസ്റ്റ് പരീക്ഷ ഉച്ചയ്ക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിന് കുറേ റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം, അതിൻ്റെ തൊട്ട് മുൻപത്തെ വീക്കിൽ ചാപ്റ്റേഴ്സും പോയംസും വായിച്ചു വെക്കാം. നമുക്ക് ഡിസ്കോഴ്സും ഫോർമാറ്റും ക്വസ്റ്റ്യൻസും ഗ്രാമറും ഒക്കെ വേണമെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം കുത്തിരുന്ന് ചെയ്യാം. പക്ഷേ ചാപ്റ്റേഴ്സും പോയും അതിൻ്റെ ഇടയിൽ വായിക്കൽ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ തന്നെ വായിച്ചിരിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നത്. കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിൻ്റെ മുൻപ് നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം മാത്രമല്ലോ, ഇംഗ്ലീഷും പഠിക്കാമല്ലോ. അപ്പം ഫ്രൈഡേ മുതൽ തന്നെ പഠനം തുടങ്ങുകയാണ്. തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആയിട്ട് കുറച്ച് ഇംഗ്ലീഷ് നോക്കുക. സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് നിങ്ങൾ ലാംഗ്വേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. ചാപ്റ്റേഴ്സും പോയംസും എങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം നേരത്തെ. പിന്നെയുള്ള പ്രശ്നകരമായുള്ള ആളാണ് ഹിന്ദി. അപ്പം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹിന്ദിയും ഉണ്ട്. അപ്പോൾ ഹിന്ദിയുടെ പ്രശ്നമാണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇംഗ്ലീഷ് എഴുതി അടുത്ത ദിവസം വീണ്ടും ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിക്കും നമ്മൾ ചാപ്റ്റേഴ്സ് എങ്കിലും നേരത്തെ വായിച്ചു വെക്കണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം വൈകുന്നേരം നിങ്ങൾ ക്ഷീണിച്ചെത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ഇരുന്ന് പഠിക്കും? ഒരു ലിമിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ദിവസമാണ് ഹിന്ദി. അപ്പോൾ കുറേ നമുക്ക് പഠിക്കൽ പോസിബിൾ ആയിരിക്കില്ല. ചാപ്റ്റർ എങ്കിലും നേരത്തെ വായിച്ചു വെക്കുക. ഓക്കെ, സോഷ്യലിനും ഇതേ അവസ്ഥ തന്നെയാണ്. ഹിന്ദി കഴിഞ്ഞ് വൈകുന്നേരം വന്നിരുന്ന അടുത്ത ദിവസം സോഷ്യൽ. അപ്പോൾ സോഷ്യലിൻ്റെയും ബേസിക് ചാപ്റ്ററിൻ്റെ റിവിഷൻ നേരത്തെ തീർത്ത് വെക്കണം. കുറേ ചാപ്റ്റേഴ്സ് ഉള്ള സബ്ജക്റ്റാണ്, കുറേ ഓർത്ത് വെക്കാനുള്ള സബ്ജക്റ്റാണ് സോഷ്യൽ. എക്സാമിൻ്റെ തലേന്നിരുന്ന് എല്ലാം കൂടെ തലേ കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് നിങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ചേർന്ന് നേരത്തെ തന്നെ അതിന് മുൻപത്തെ ആഴ്ച തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, റിവിഷൻ അടക്കം ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സാധനം കൂടെ എന്ത് ചെയ്യാൻ, എക്സാമിൻ്റെ തലേന്ന് ചെയ്യാനുള്ള സമയം കിട്ടും. ലാംഗ്വേജ് 2 അത്ര ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല, നമുക്ക് പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഉള്ള സബ്ജക്റ്റിൽ പ്രശ്നങ്ങളില്ല. ആകെയുള്ള മാത്സിന് മാത്രമേ ഉള്ളൂ. ബേസിക് സയൻസ് കഴിഞ്ഞപാടെ മാത്സ് ആണ്. പക്ഷേ അത് അത്ര പ്രശ്നമെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ലാംഗ്വേജ് 2 കഴിഞ്ഞാൽ ഫ്രൈഡേ വൈകുന്നേരം, സാറ്റർഡേ സൺഡേ ഫുൾ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 സബ്ജക്റ്റിന് വേണ്ടിയും പഠിക്കാം. എങ്കിലും മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ, മാത്സ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സാർ എന്നാണെങ്കിൽ നിങ്ങൾ മാത്സ് നേരത്തെ പഠിച്ചു വെക്കണം. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റ് നമുക്ക് എക്സാമിൻ്റെ തലേന്ന് നേരത്തെ പഠിച്ചു വെക്കണം. പക്ഷേ റിവിഷൻ എക്സാമിന് തലേന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഈ ചാപ്റ്റേഴ്സ്, ഓരോ സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ പ്രോപ്പറായി പഠിക്കണം. അതൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ലൈവ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് നന്നായി പഠിച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ച്, നമ്മുടെ 8ാം ക്ലാസ്സിലെ ശക്തി ബാച്ച് ഇപ്പോഴും അവൈലബിൾ ആണ്. അടിപൊളിയായിട്ട് നമ്മളവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസൊക്കെ അവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി എടുത്തു വെച്ച ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഇരുന്ന് വേഗം നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ തകർക്കാൻ പോകണം ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം. കാരണം ഇനി അങ്ങോട്ട് യൂട്യൂബിൽ നമുക്ക് മാരത്തോണും പല ചാപ്റ്റേഴ്സിൻ്റെ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ 1 ഷോട്ടും മാരത്തോണും ഒക്കെ വരുന്നുണ്ട്. എല്ലാം കൂടെ വെച്ചിട്ട് എക്സാമിൻ്റെ കുട്ടികൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം പൊളിക്കും. അതിലൊരു സംശയമില്ല. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.